ഹൈടെക് ഫാമിംഗ് ഉൾപ്പെടെയുള്ള ആധുനിക കൃഷിരീതികൾ പ്രയോജനപ്പെടുത്തി ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ശംസുദ്ദീൻ. പുതിയ കാലത്തിന് ചേർന്ന നവസാങ്കേതിക വിദ്യകൾ കൂടി പ്രയോജനപ്പെടുത്തി കൃഷിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനാകണം. മുൻപ് കേരളത്തിൽ വിളയാത്ത വിദേശ പഴവർഗ്ഗങ്ങളും പുതിയ വിളകളും ഇന്ന് വിജയകരമായി കൃഷി ചെയ്യാൻ സാധിക്കുന്നത് കാർഷിക രംഗത്തുണ്ടായ വലിയ ഉണർവാണെന്നും മന്ത്രി പറഞ്ഞു. അലനല്ലൂർ മണ്ണാർക്കാട് കൃഷിഭവനുകൾ സംഘടിപ്പിച്ച കർഷക ദിനാചരണവും കർഷകരെ ആദരിക്കൽ ചടങ്ങും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ജലസേചന സൗകര്യങ്ങൾ വിപുലപ്പെടുത്തിയും കൃഷിവകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നൽകുന്ന സഹായങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിയും കാർഷിക മേഖലയെ കൂടുതൽ സജീവമാക്കാൻ കൂട്ടായ ശ്രമം വേണം. പരമ്പരാഗത കർഷകരെ ചേർത്തുപിടിക്കുന്നതോടൊപ്പം കുട്ടികൾ ഉൾപ്പെടെയുള്ള പുതിയ തലമുറയെയും കൃഷിയിലേക്ക് ആകർഷിക്കാൻ സർക്കാർ വിവിധ പദ്ധതികളാണ് നടപ്പാക്കുന്നത്. ഓരോ പ്രദേശത്തിനും കൂടുതൽ അനുയോജ്യമായ കൃഷികൾ കണ്ടെത്തി വ്യാപിപ്പിക്കാനും ഉത്പാദനം വർദ്ധിപ്പിച്ച് കാർഷിക മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്താനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മളുടെ ഉൽപാദനം നമ്മൾ വർദ്ധിപ്പിക്കണം. അതാണ് ഒരു രാജ്യത്തിന്റെ സമൃദ്ധി എന്ന് പറയുന്നത്. എല്ലാം നമ്മൾ പുറത്തുനിന്ന് വാങ്ങേണ്ട സ്ഥിതി ഉണ്ടാവാൻ പാടില്ല. നമുക്ക് ആവശ്യമുള്ള നെല്ല് നമ്മൾ ഉണ്ടാക്കും, നമുക്ക് ആവശ്യമുള്ള തേങ്ങ നമ്മൾ ഉണ്ടാക്കും, റബ്ബർ പോലുള്ള സംഗതികൾക്ക് നമുക്ക് ആവശ്യമുള്ള എല്ലാം കൂടി ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാനും കഴിയില്ല. അത് വിറ്റ് കാശുവാണ്. അങ്ങനെ ഇതിലൊക്കെ നമ്മൾ ആ രീതിയിലുള്ള സമീപനം സ്വീകരിക്കണം. മറ്റു സംഗതികളൊക്കെ നമ്മളുടെ ആവശ്യം കഴിഞ്ഞ് പുറത്ത് കൊടുക്കാൻ സാധിക്കണം. അപ്പോൾ നമുക്ക് വരുമാനം കിട്ടും. അപ്പൊ അങ്ങനെ ഒരു കാർഷിക സമ്പദ് വ്യവസ്ഥ രൂപപ്പെടുത്തിയിട്ടുണ്ട്. പ്രദേശത്തെ മികച്ച കർഷകരെ ആദരിക്കുകയും പുരസ്കാരങ്ങൾ സമ്മാനിക്കുകയും ചെയ്തു. ചന്തപ്പടി SKR കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഹബീബുള്ള അൻസാരിയും മണ്ണാർക്കാട് അൽഫായിദ കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സജ്നയും അധ്യക്ഷരായി. UTV ന്യൂസ്, പാലക്കാട്.